അങ്ങനെ ഷിംലയിൽ സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങി ഞാനിപ്പോൾ. നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നന്നായി. കാരണം വേറെ ഒന്നുമല്ല, റൂം കിട്ടാതെ അങ്ങനെ നടന്ന സമയത്ത് നമുക്കൊരു കൂട്ട് കിട്ടി. അപ്പോൾ ഒരു കപ്പിളിനെ കണ്ട്. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവരായിട്ടായിരുന്നു പിന്നെ നമ്മൾ റൂമിന് വേണ്ടി അന്വേഷിച്ച് നടന്നത്. അങ്ങനെ റൂമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു, മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടായില്ല. 12:30 ഇപ്പോൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയേക്കണേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് എക്സ്പെൻസ് തന്നെയാണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ലാഭമാണല്ലോ. അതിനുള്ളതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിളാണെങ്കിലും അല്ലെങ്കിൽ ഒരാളാണെങ്കിലും വന്നിയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ കാറിൽ ചാർജ് 1500 രൂപയാണ്. ഇപ്പോൾ ഞാനും ഇവരും കൂടി ഷെയർ ചെയ്യുമ്പോഴത്തേക്കും 750 അങ്ങനെ വന്നുള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. അതൊരു പ്ലസ് പോയിൻ്റാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. അപ്പോൾ എല്ലാം നടക്കണത് നല്ലതിന്, നടന്നുകൊണ്ടിരിക്കണത് നല്ലതിന്, നടക്കാൻ പോണത് നല്ലതിന്. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കണത് നല്ലതിന്. അങ്ങനെ നമുക്ക് പോകാനുള്ള ക്യാബൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ. സബ് ഇൻസ്പെക്ടറാണ് മാഡം. അപ്പോൾ ഷിംലയിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഷിംലയിലെ സൈറ്റ് സീയിങ്ങിലോട്ട് പോകുന്നത്. അവിടെയായിട്ട് മിലിറ്ററി ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന കുഫ്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോണത്. പിന്നെ അവിടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആക്ടിവിറ്റീസും പിന്നെ ഷോപ്പിങ്ങും അങ്ങനെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ. കുഫ്രി. അപ്പോൾ ഷിംലയിൽ നിന്ന് കുഫ്രിയിലോട്ടാണ്. ഇനിയിപ്പോൾ ഒരു 13 കിലോമീറ്റർ ഉണ്ട്. ഗ്രീൻ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇപ്പോൾ. ഇത് ഒരു കാടാണ്, വനമേഖലയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴത്തോട്ടുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളും കാണാം. ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് കേട്ടോ കാണിക്കണം, അല്ലാതെ നമ്മൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. ഇവിടെ വണ്ടി ഇടാൻ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്നുമില്ല, ഒരു മേളിൽ നിന്ന് ഉള്ളൊരു വ്യൂ അത്രേ ഉള്ളൂ ആ കാടിൻ്റെ. കുഫ്രിയിലെത്തി. കുഫ്രിയിൽ ഈ കാണുന്ന റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ സൈറ്റ് സീയിങ് മാത്രമാണെങ്കിൽ 1000 രൂപ കൊടുക്കണം. അതേപോലെ ഹോഴ്സ് റൈഡിങ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപ ഒരാൾക്ക്. പിന്നെ അഡ്വഞ്ചർ ഫുൾ പാക്കേജ്, അതായത് ഈ പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ 1500 രൂപ ഒരാൾക്ക്. ഈ ഇവിടെ സ്കീയിങ് ഒക്കെ ഇപ്പം ഇല്ല കേട്ടോ, കാരണം മഞ്ഞില്ലാത്തതുകൊണ്ട് സ്കീയിങ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ കുറവുകളുണ്ടാവും. നിങ്ങൾ ഏത് സീസണാണ് വന്നതനുസരിച്ച് ചോദിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് വേണം പാക്കേജ് എടുക്കാൻ. ഈ കുഫ്രി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പക്കാ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഒരു തേർഡ് പേഴ്സൺ ഒരു ഏജൻറ്റും പിന്നെ കമ്മീഷൻ ബേസുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വന്നതെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ. നമ്മുടെ ടാക്സിക്കാരാണെങ്കിലും ഇവിടുത്തെ ഗൈഡാണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, കാരണം അവർക്കൊക്കെ ഇതിൽ കമ്മീഷനുള്ളതാണ്. ഞാൻ അതേപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇപ്പോൾ ആക്ടിവിറ്റീസ് എടുക്കണവർ പോയി കഴിഞ്ഞിട്ട് അവരെന്ത് പറയണം ആ ഒരു അഭിപ്രായമൊക്കെ ഞാനിതിൽ പറയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം ചോദിക്കാം. 80 rupees 80 रुपये मारे 70 रुपये आई. आपका टीथ शो अम्बो स्वर्णा पल्लൊക്കെ ഇട്ടിട്ടാണ് സാഫറ വിൽക്കാൻ നിൽക്കണം. आपका नाम भैया? ജിത്തു. ജിത്തു. ഓക്കെ, റിയൽ ഡെമോ കാണിച്ചു തന്നെയാണ് അവർ. എങ്ങനെയാണ് ഹിന്ദി തോടാ മാലൂ ഭയ്യ? ओके, जो रियल देखना, रियल सैफरन 2 पून वाटर के अंदर. दिस इज हाउ वी चेक द क्वालिटी. दिस क्वालिटी दिस सिंपल वाटर. ओके, हां ओके. रियल सैफरन 2 पून वाटर में ऑल पत्ती मेंट. जो रियल देगा ना, रियल और पत्ती मेंट होगा, गुड स्मेल देगा, गुड कलर देगा. ओहो, बेचने वाले घास पत्ती पर कलर क्या होगा? कलर तो आएगा, घास पत्ती मेंट नहीं होगा. रियल देगा और पत्ती मेंट हो जाएगा. जितना मेंट करेगा उतना स्मेल देगा, उतना ही कलर देगा इसका. इसको मिल्क में, दूध में, खीर में, बिरयानी में, पोला में, राइस में, फ्रूट जूस में, हर चीज में खाता है इसको. बेबी लोग को खाता है, प्रेगनेंट को खाता है, ऑल फैमिली यूज करता है. मिल्क में मेंट करके फेस पर अप्लाई करो,
पिंपल को क्योर करेगा, चेहरे पे ग्लो करेगा सर। द स्मेल നല്ല വേണം. അപ്പോൾ റിയൽ ആണെങ്കിൽ വെള്ളത്തിലിട്ടതിന് പെട്ടെന്ന് അലിയും, പിന്നെ അതേപോലെ തന്നെ കളറും വരും, സ്മെല്ലും ഉണ്ടാവും എന്നാ പറഞ്ഞ. Coffee, this suit, this pregnant is all family use. ഓഹോ. It's market very expensive. Where is this? खेती this किन्नौर किन्नौर. हाँ. ऐसा वन फूल में 3 पत्ती वाला सैम मिलेगा. ഓ വൺ ഫ്ലവർ മേ 3 പത്തി. 3 पत्ती. ആ 3 ഇത് ആണ് ഉണ്ടാവുക. സാഫ്രോന്റെ വള്ളിയാണ് ഉണ്ടാവണത് ഒരു ഫ്ലവറിൽ. ആ ഓക്കെ. इसका सप्लाई दिस पिंपल को इस ब्लैक स्पॉट को दिस ആ ഓ മാലു coffee, കോഫിയിലിട്ട് ലഡു ഇട്ട് പ്രഗ്നന്റിനും യൂസ് ചെയ്യാം, എല്ലാവർക്കും യൂസ് ചെയ്യാന്നാണ് പറയണത്. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാവണത്, അതാ ഞാൻ പറഞ്ഞ. ശിലാജിത്തിന്റെ ഡെമോ നമ്മ കാണാൻ പോണേ, അതായത് നല്ലതും അതായത് പ്യൂർ ആയിട്ടുള്ള ശിലാജിത്ത് എങ്ങനെയാണ് തിരിച്ചറിയണം എന്നുള്ളത്, അതിനുവേണ്ടി മാത്രം ഞാൻ കാണിക്കണത്. रियल शिलाजीत माची से गर्म करने के ऊपर पिघल जाएगा. पिघलने के बाद में इसका 1 मीटर से लेकर 200 मीटर का लाइन निकाल लो. एक बाल से भी एक लाइन देगा जो रियल शिलाजीत देगा सर. देखो ऐसा शिलाजीत जो ना, शिलाजीत कभी जलता नहीं, कभी मरता नहीं, खाली पिघलता है. पिघलने के ऊपर आदमी का कितना ग्राम चाहिए? 100 ग्राम. 100 ग्राम में 100 ग्राम 100 ग्राम डोज. 100 ग्राम डोज एक आदमी का डोज. रियल शिलाजीत ऐसा करके ना 1 मीटर से लेके 2 मीटर का लाइन निकालो, उसका लाइन फूटेगा जब तक गर्म रहेगा. ഇങ്ങനെ വള്ളി വള്ളി പോലെ വന്നോണ്ടിരിക്കും. रियल डेमो. ആ ओरिजिनल शिलाजीत डेमो. ഇത് കണ്ടോ, ഇത് വള്ളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ വടി വടി പോലെ വന്ന് നീണ്ടു വന്നേക്കണേണ്. അപ്പോൾ ഇതാണ് അതായത് ശിലാജിത്ത് റിയൽ ആണോ ഇല്ലയോ എന്ന് അറിയണത് ഇവര് പറയണത്. കുതിരയല്ല, കോവർ കഴുതാണിത് മൊത്തം. എല്ലാ കുതിരകളും പുറകെ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുപോണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുഫ്രിന്ന് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന്റെ പാക്കേജ് എടുത്തേക്കണേണ്. 1500 രൂപയാണ് ഒരാൾക്ക് തന്നെ. പാക്കേജ് 1500. 1500 രൂപയാണ് ഒരാൾക്ക് പാക്കേജ് തന്നെ. ഇവിടുത്തെ ഫുൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പ്ലസ് ഹോഴ്സ് റൈഡിങ്ങും സൈറ്റ് സീയിങ്ങും. ഈ വഴിയാണ് പോണത് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിയാണ്. പിന്നെ അവർ ഇവിടെ വന്നിട്ട് പൈസ ചോദിക്കണേ. ഇതൊക്കെ ഉണ്ട് ഇവിടെ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പൈസ കൊടുത്തിട്ട് എന്തായാലും കയറാം ഇനിയിപ്പോൾ. ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇവിടെ ആക്ടിവിറ്റീസ് എടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് 40 രൂപ വാങ്ങിയത്. एक सेकंड भैया. ഓക്കെ, താങ്ക് യു. വേണ്ട. ഇതിൻ്റെ ഈ ഇടയിലുള്ള ചെറിയ ചെറിയ ടിക്കറ്റൊക്കെ ഇതൊക്കെ ഇവരുടെ ഉടായ്പാണ്. നമ്മൾ ഓൾറെഡി ഒരു ഫുൾ പാക്കേജ് എടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നീട് ചാർജ് ചോദിക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മളെ വീണ്ടും പറ്റിക്കണം. ഗസ്റ്റുകളുടെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെ പൈസ ഊറ്റാ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് ഇവിടത്തെ ഹോഴ്സ് റൈഡിങ് എന്ന് പറയുന്നതാണ്. നമ്മൾ ചിലപ്പോൾ എല്ലാ കുതിരകളിലും മുട്ടിയൊക്കെ നടക്കണത് കേട്ടോ. കാലൊക്കെ അവിടെ ഇവിടെ മുട്ടും. ഭാഗ്യത്തിന് കിക്ക് കിട്ടിയില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് കുതിരയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ഈ കുതിരയുടെ ഫുള്ള് പൂപ്പ് കിടക്കണ വഴി കൂടെയാണ് നടക്കുന്നത്. വേണ്ട. അപ്പോൾ ഇതിൽ കൂടെ നടന്ന് ഇനി ആക്ടിവിറ്റീസിൽ കയറണം. ആക്ടിവിറ്റീസിൽ കയറിയിട്ട് വേഗം റിട്ടേൺ താഴത്തോട്ട് ഇറങ്ങണം. കാരണം ക്ലോസിങ് ടൈം ഉണ്ട്.
ഇവിടെ വരുമ്പോൾ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ വന്ന കുതിര ഇവിടെ വെയിറ്റ് ചെയ്യും. പിന്നെ അവരുടെ നമ്പർ നമ്മൾ വാങ്ങണം. അപ്പോൾ നമ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ തിരിച്ച് ആക്ടിവിറ്റീസ് കഴിഞ്ഞെത്തുമ്പോൾ അവരെ വിളിക്കണം. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് ഇവിടെ. അത് കൊടുത്ത് എൻട്രി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ മേളിലൊരു വേറൊരു ലോകം ഉണ്ടാ. കാരണം ഇവിടെ ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ്. പിന്നെ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ തന്നെ ഉള്ളത്. ഇവിടെ ഇതേപോലെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും പാക്കേജിൽ വന്നതല്ല. ഇവിടെയൊക്കെ അഡീഷണൽ പേയ്മെൻറ്റാണ് വന്നത്. അപ്പോൾ ഇത് കാണിക്കാൻ കാരണം തന്നെ ഇതാണ്, ഈ ഹിഡൻ ചാർജസ് ഇവിടെ ഉണ്ടാകുന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ओके है भैया, स्पाइसेस है सर, खट्टा मीठा होता है, सफर मखाना। हाँ, खट्टा मीठा। ओके ओके, थैंक यू। अच्छा, लेकिन आप खट्टा मीठा कितना हुआ? सर टॉपिक क्लास से आपको सॉलिड स्टॉल बढ़िया चीज़ मिलेगा सर, ब्रांडेड चीज़ इधर वुलन का मिलेगा। रेबेट मंदिर वाला टाइम है। ഫസ്റ്റ് പോയിന്റ് എനിക്ക് തോന്നുന്നു പാക്കേജിലുള്ള ഫസ്റ്റ് പോയിന്റ് ആണിത്. പാരഡൈസ് ഹിമാലയൻ വ്യൂ. ടെലിസ്കോപ്പ് പോയിന്റ്, വെൽക്കം ഹിമാലയൻ പാരഡൈസ് വ്യൂ. ഇവിടെയൊക്കെ ഫുള്ള് ചതിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ അഡീഷണൽ പേയ്മെൻ്റ് ആണ് ഈ വാങ്ങണത് മൊത്തം. വ്യൂ പോയിന്റ് അത് ഇത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് 300 രൂപയൊക്കെ വാങ്ങണം ഒരാൾക്ക്. പിന്നെ ടെലിസ്കോപ്പിൽ നിന്ന് കണ്ടിട്ട് എന്ത് കാണാനാണ്. ആക്ടിവിറ്റീസ് കിതറ പോയ टिकट दिखा दो सर। ये थोड़ा सा आपको नीचे जाना है। ये एडवेंचर एक्टिविटी एप्पल गार्डन उस साइड से नीचे जाके, ये तो नहीं घूमना है। वैक्स म्यूजियम हो, गो कार्टिंग है, झूले, इसका टिकट सेपरेट रहेगा अगर घूमना है। कितना है इसका 300 रुपया, इसका 600 रुपया, 300। 300 फॉर वैक्स म्यूजियम, वैक्स म्यूजियम इसका 600 राइट स्विम। हाँ, ये थोड़ा सा नीचे जाना है यहाँ से। താങ്ക് യു. വീണ്ടും ചതിക്കപ്പെട്ട്. അപ്പോൾ ഇവിടെയും ടിക്കറ്റ് ഉണ്ട് അഡീഷണല്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് താഴ്ത്താന്ന് പറഞ്ഞാൽ എന്നാൽ താഴത്തോട്ട് പോവാം. ഇവിടെ അതേപോലെ തന്നെ കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ ഈ ആക്ടിവിറ്റീസ് നടത്തണം. മേളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഞാൻ എടുത്തേക്കണത് ആപ്പിൾ ഗാർഡൻ അഡ്വഞ്ചർ സോണാണ്. അപ്പോൾ 2-3 കമ്പനി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു പോകണേ നല്ലത് ഇവിടെ വന്നെയാണെന്നുണ്ടെങ്കിൽ. 4500 ഇതാണ് ആപ്പിൾ ഗാർഡൻ. ആപ്പിൾ ഇല്ലാത്ത ഗാർഡനാണിത്. ഇവിടെ മാത്രമേ കാണുള്ളൂ. സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിളൊന്നുമില്ല. സീസൺ ടൈമിൽ മാത്രമേ ഇവിടെ ആപ്പിൾ കാണുള്ളൂ. അല്ലെങ്കിൽ ആപ്പിൾ ഉണ്ടാവില്ലേ. വലിയൊരു നീണ്ടൊരു ക്യൂ ഉണ്ട് ഇവിടെ. ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കും. ഇവിടം വരെ ഉള്ളൂ. പറ്റിച്ച് പൈസയൊക്കെ പോയി വെറുതെ തൊട്ടടുത്ത് പോണായിരുന്നു. Don't leave the hand, okay? ഓക്കെ, Come down. Side. ഇവിടെ നിന്ന് കഴിയൂടാ. Sit down. Sit down. ഓ man, ഇതാണ് ഒന്നുമില്ല. आया मजा। आ जाओ ऊपर से बोलो भाई। ഓ ഇപ്പോഴാണ് അഡ്വഞ്ചർ ആയത്. ഇവിടെ നിങ്ങൾ ഒരു മലയാളിയും വരരുത്. ഇതിലും നല്ലതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഇത് വെറുതെ ചീറ്റിംഗ് ആണ്. ഫുള്ള് ക്യാഷും വാങ്ങിയിട്ട് പൊട്ടനാക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഇനിയിപ്പോൾ റൈഡ് ഒരു
4-5 റൈഡും കൂടി ഉണ്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഇവിടെ കുട്ടികളുടെ റൈഡാണ് ഇത്, കുട്ടികൾക്കുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ എല്ലാം പെയ്ഡാണ്. എന്തോരം ജനങ്ങളാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കണം നോക്കിയാ. വേണ്ട എന്തു വലിയ ക്രൗഡാണ്. എനിക്കിനിയും ഇതിൽ 5 ഗെയിം ബാക്കിയുണ്ട്. അപ്പോൾ ഷിംലയിൽ വന്നവർ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കാം. നിങ്ങളുടെ ക്യാബുകാരും നിങ്ങളുടെ ടാക്സിക്കാരും നിങ്ങളിവിടെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകണം കേട്ടോ, ജാക്കു ടെമ്പിളിലോട്ട് എത്തണമെങ്കിൽ. ഒരുപാട് പുരാണമുള്ള ഒരു ടെമ്പിളാണ്, ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഹനുമാൻ്റെ ടെമ്പിളാണ്. Oh man. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ. ഇത്രയും വലിയ സ്റ്റാച്യു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ഇവിടുത്തെ കുരങ്ങുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് ഫോൺ വാങ്ങിയെടുത്ത്, ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിയെടുത്ത്, ബാഗ് വാങ്ങിയെടുത്ത്, പിന്നെ ഷൂ വാങ്ങിയെടുത്ത്. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓ സൺസെറ്റ് വ്യൂ.
ഇവിടെ കുരങ്ങുകൾ ഭയങ്കര സീനാട്ടോ, എല്ലാവരും നമുക്ക് കയറിക്കൊണ്ടിരിക്കണേ. അത് വേറൊന്നുമില്ല, നമ്മ അതിൻ്റെ കാര്യങ്ങൾ നോക്കാതിരുന്നാൽ മതി. കുരങ്ങിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. നമ്മൾ കുരങ്ങിനെ നോക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫുഡ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വന്ന് തട്ടിപ്പറിച്ച് വാങ്ങും. അപ്പോൾ അത് നോക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. उधर है 3 में क्या सामने ഞങ്ങൾക്ക് നൈസായിട്ടൊക്കെ പണി തരാൻ നോക്കി ഡ്രൈവറായിട്ട്. കാരണം ടെമ്പിളിൽ പോയി കഴിഞ്ഞിട്ട് പുള്ളി നൈസായിട്ട് വേറെ സ്ഥലത്ത് ഇറക്കി വിടാനൊക്കെ നോക്കി. അപ്പോൾ നമ്മളൊന്ന് പറ്റിക്കാൻ നോക്കി. പക്ഷെ നമുക്ക് കുറച്ച് അറിയാവുന്നതുകൊണ്ട് രാവിലെ വന്നപ്പോൾ വേറെ ബായി പറഞ്ഞൊന്നുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഇറക്കി വിട്ട സ്ഥലത്ത് നിന്ന്. കാരണം ഇവിടെ നിന്ന് തൊട്ടടുത്താണ് മാൾ റോഡ്. പുള്ളി നമ്മൾ ബസ് ഇറങ്ങിയിട്ട് വന്ന് പെട്ട് നിന്ന സ്ഥലത്ത് ഇറക്കി വിടാൻ നോക്കി.